ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗുലറും പ്ലൂറലും ആയിട്ടുള്ള നൗണുകളെ പറ്റിയിട്ടാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനെന്നും പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം എന്നുമാണ് അർത്ഥം. കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ പേര് വിമൻസ് ഫുഡ് എന്നോ മറ്റോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത്. ഇനി അങ്ങനെ ആലോചിക്കാനുള്ള കാരണം എന്താണെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒരൊറ്റ ഒന്നേ ഉള്ളൂ അല്ലേ. പെന്നിന്റെ പ്ലൂറൽ എന്താണ്, ബഹുവചനം എന്താ? പെൻസ് എന്നുള്ളതാണ്. ആപ്പിളിൻ്റെയോ ആപ്പിൾസ് ആണ്. ചെയറിൻ്റെ ചെയേഴ്സ് ആണ്. ടേബിൾ ടേബിൾസ് ആവും. ഫ്ലവർ ഫ്ലവേഴ്സ് ആവും. ലെറ്റർ ലെറ്റേഴ്സ് ആവും. ട്രീ ട്രീസ് ആവും. ബ്രദർ ബ്രദേഴ്സ് ആവും. ഇതൊക്കെ റെഗുലർ പ്ലൂരൽ നൗൺസ് ആണ്. അതായത് ഈ വാക്കുകളുടെ ഒക്കെ കൂടെ ഒരു എസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും. ഇനി CH, SH, S, X ഈ ലെറ്ററിലൊക്കെ അവസാനിക്കുന്ന നൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പ്ലൂരൽ കിട്ടാൻ വേണ്ടിയിട്ട് ES എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ചേർച്ച് എന്നുള്ളത് ചേർച്ചസ് ആവും. ബ്രാഞ്ച് ബ്രാഞ്ചസ് ആവും. ഡിഷ് ഡിഷസ് ആവും. ബ്രഷ് ബ്രഷസ് ആവും. ഫോക്സ് ഫോക്സസ് ആവും. ബോക്സ് ബോക്സസ് ആവും. ബസ് ബസ്സസ് ആയിട്ട് മാറും. ഗ്ലാസ് ഗ്ലാസസ് ആവും. അപ്പോൾ CH, SH, S, X ഇതിൻ്റെയൊക്കെ കൂടെ പ്ലൂരൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചേർത്തത്? ES ആണ് ചേർത്തത്. ഇനി ഓയിൽ അവസാനിക്കുന്ന നൗൺ ആണെങ്കിലോ ചില കേസിൽ നമുക്ക് S ചേർക്കേണ്ടി വരും, ചില കേസിൽ ES ചേർക്കേണ്ടി വരും. ഉദാഹരണം നോക്കാം. ഹീറോ ഇതിൻ്റെ പ്ലൂറൽ എന്താ? ഹീറോസ്. മാംഗോ മാംഗോസ്. കാർഗോ കാർഗോസ്. ഫോട്ടോ ഫോട്ടോസ്. പിയാനോ പിയാനോസ്. റേഷ്യോ റേഷ്യോസ്. ഇവിടെ കണ്ടില്ലേ, ചില കേസിൽ നമ്മൾ S മാത്രമേ പ്ലൂറലാക്കാൻ വേണ്ടി ഉപയോഗിച്ചുള്ളൂ, ചില കേസിൽ ES ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വൈയിൽ അവസാനിക്കുന്ന നൗൺ ആണെങ്കിലോ അതിൻ്റെ കൂടെ നമുക്ക് IES ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു പ്ലൂരൽ ആയിട്ടുള്ള ഫോം കിട്ടുള്ളൂ. സിറ്റി ഇതിൻ്റെ ബഹുവചനം എന്താ? സിറ്റീസ്. കൺട്രി കൺട്രീസ്. ലേഡി ലേഡീസ്. ബേബി ബേബീസ്. ഇവിടെ വൈയിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അതിൻ്റെ ബഹുവചനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ IES എന്നുള്ളത് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി വേറൊരു കേസുണ്ട്. ഈ വൈയിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതിൽ വൈയിൻ്റെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ ഒരു വവലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലൂരൽ കിട്ടാൻ വേണ്ടിയിട്ട് S മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉദാഹരണം നോക്കാം. മങ്കി. മങ്കിയിൽ വൈൻ്റെ തൊട്ടു മുമ്പുള്ളത് ഏതാണ് ലെറ്റർ? E ആണ്. അതൊരു വവൽ ലെറ്റർ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്ലൂരൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു S മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മങ്കി എന്താവും? മങ്കീസ് ആവും. കീ എന്നുള്ള വാക്ക് നോക്കൂ. ഇവിടെയും വൈൻ്റെ തൊട്ടു മുമ്പുള്ളത് E ആണ്, വവൽ ലെറ്റർ ആണ്. അതുകൊണ്ട് S ചേർത്ത് കൊടുത്താൽ എന്ത് കിട്ടും? പ്ലൂരൽ ഫോം കിട്ടും. ടോയ് വൈൻ്റെ തൊട്ടു മുമ്പുള്ളത് O ആണ്, ഇതൊരു വവൽ സൗണ്ട് ആണ്. അതുകൊണ്ട് S ചേർത്ത് കൊടുത്താൽ എന്ത് കിട്ടും? ബഹുവചനം കിട്ടും. ടോയ്സ് എന്നാവും. ഇനി F അല്ലെങ്കിൽ FE ഇതിലൊക്കെ അവസാനിക്കുന്ന നൗൺ ആണെങ്കിൽ ചില കേസിൽ നമ്മൾ S മാത്രം ചേർത്താൽ മതി, ചില കേസിൽ ES ചേർക്കേണ്ടി വരും. ഉദാഹരണം നോക്കാം. തീഫ് ഇതിൻ്റെ ബഹുവചനം തീവ്സ് എന്നാണ്. വൈഫ് വൈഫ്സ്. ലീഫ് ലീവ്സ്. നൈഫ് നൈഫ്സ്. ചീഫ് ചീഫ്സ്. റൂഫ് റൂഫ്സ്. സേഫ് സേഫ്സ്. ഷെഫ് ഷെഫ്സ്. ഇവിടെ കണ്ടോ, ചില കേസിൽ S മാത്രമേ ഇട്ടിട്ടുള്ളൂ, ചില കേസിൽ ES ഇട്ടു. ഇനി കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള പ്ലൂരൽസ് നോക്കാം. മാൻ
ഇതിൻ്റെ ബഹുവചനം എന്താണ്? മാൻസ് ആണോ? അല്ലല്ലോ, മെന്നാണ്. വുമൺ, ഇതിൻ്റെ ബഹുവചനം എന്താണ്? വുമൺസ് ആണോ? അല്ല, വിമൻ. ചൈൽഡ്, ചിൽഡ്രൻ. ടൂത്ത്, ടീത്ത്. ഫുട്ട്, ഫീറ്റ്. മൗസ്, മൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോഡ് സൈഡിൽ ഞാനൊരു ഷോപ്പിൻ്റെ പേര് കണ്ടു എന്ന്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് വിമൻസ് എന്നായിരുന്നു. വിമൻസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യോ? വുമൺ എന്നുള്ളത് സ്ത്രീ എന്നും വിമൻ എന്നുള്ളത് സ്ത്രീകൾ എന്നുമാണ്. വിമൻസ് എന്നൊരു സംഭവമേ ഇല്ല. ഇനി വുമൻ്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഒരു എസ് ഇടുകയാണെങ്കിൽ അതൊക്കെയാണ്, സ്ത്രീയുടെ എന്ന് പറയാം. ഇനി ചില നൗൺസിന് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ പ്രത്യേകിച്ച് വ്യത്യാസമില്ല, രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെ കുറച്ച് നൗണുകൾ നോക്കാം. ഡീർ, മാനാണല്ലേ, അതിന് സിംഗുലറും പ്ലൂരലും സെയിം തന്നെയാണ്. ഷീപ്പ്, സിംഗുലറും പ്ലൂരലും സെയിം ആണ്. ഫിഷ്, എയർക്രാഫ്റ്റ്, സ്പീഷീസ്, ഇതൊക്കെ തന്നെ സിംഗുലർ ഫോമും പ്ലൂരൽ ഫോമും സെയിം തന്നെയാണ്. ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി. ഇപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ സിംഗുലറും പ്ലൂരലും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരേ ഇനത്തിൽപ്പെട്ടിട്ടുള്ള മീനുകളാണെങ്കിൽ മാത്രമേ അവിടെ സിംഗുലറും പ്ലൂരലും സെയിം ആവുള്ളൂ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മീനുകളാണെങ്കിൽ അതിനെ നമുക്ക് ഫിഷസ് എന്ന് പറയാം. ഉദാഹരണത്തിന് കുറച്ച് മത്തി അല്ലെങ്കിൽ ചാള വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം ആ മീൻ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫിഷ് എന്ന് തന്നെ പറയാം. കാരണം ഒരേ ഇനത്തിൽപ്പെട്ട മീൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്ലൂരൽ ഫോം ഫിഷ് തന്നെയാണ്. ഇനി കുറച്ച് അയിലയും കൂടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയുണ്ട്, അയിലയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിഷസ് എന്ന് പറയാം. കാരണം രണ്ട് ഇനത്തിൽപ്പെട്ടിട്ടുള്ള മീനുകളാണ് അവിടെ ഉള്ളത്. ആ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ ആ ഷോപ്പ് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇതറിയാത്ത ആളുകളും കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലേ എന്ന് തോന്നി. അപ്പം ഞാനത് ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ 1-2 ആൾക്കാരോട് വെറുതെ ഒന്ന് ചോദിച്ചു. പുരുഷൻ എന്നുള്ളതിന് നമ്മൾ മാൻ എന്ന് പറയും. അപ്പോൾ പുരുഷന്മാർ എന്നുള്ളതിന് എന്താ പറയാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു മെൻസ് എന്നാണ് പറയാന്ന്. മെൻസ് എന്നാണോ പറയാ? മെൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്ലൂരലാണല്ലേ, ഒരു എസിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാളല്ല ഒന്നിലധികം ആൾക്കാർക്ക് ഈ കാര്യം അറിയില്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്